അല്ല ഗൈസ്, അപ്പം നമ്മുടെ പറമ്പിൽ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ മത്തക്കുരുവൊക്കെ ഇട്ട് മത്തങ്ങ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് പറിച്ചെടുക്കാണ്ട് ഇതൊരെണ്ണം ഉണ്ടായിട്ടുള്ളൂ നമ്മുടെ കാണുക. അപ്പോൾ ഇതൊക്കെ വെട്ടിപ്പറിച്ച് ദൂരെ കളയാൻ പോവുകയാണ്. അപ്പം നമ്മളാ മത്തങ്ങ പറിച്ചെടുക്കണ്ട അത്രയും വേണ്ടട്ടെ. ഇനി നമുക്ക് നമ്മുടെ പറമ്പിൽ ഒരു വാഴക്കൊലയും കൂടി ഉണ്ട്, കാണാൻ പറ്റണ്ട എന്താ. അപ്പോൾ പറമ്പൊക്കെ ക്ലീനാക്കി നമുക്ക് ഇത് കണ്ട കാടും പടലൊക്കെ പിടിച്ചെടുക്കണ്ട. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, എൻ്റെ മോക്കടെ കല്യാണമാണ്. അപ്പോൾ അതിനുമ്പോൾ നമുക്ക് പറമ്പൊക്കെ ഒന്ന് ക്ലീൻ ആക്കണമല്ലോ. അപ്പോൾ പറമ്പിൽ നിറയും വേപ്പുമേ കൂടെയൊക്കെ മത്ത കയറിയാക്കിയാണ്. അപ്പോൾ അവൻ വന്ന് ഇവിടെയൊക്കെ ക്ലീൻ ആക്കുമ്പോൾ വേപ്പ് കെട്ടിക്കളയൊന്നും അറിയില്ല. എന്നാലും നമുക്കിത് കഴിയുമ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ പണി ഇതൊക്കെയാണ് ഗൈസ്. അപ്പോൾ വീഡിയോ ഒന്നും ശരിക്കും ഇടാൻ പറ്റണില്ല, എനിക്ക് നേരം കിട്ടണില്ല ഗൈസ്. അപ്പോൾ നമ്മൾ ഈ പറമ്പില ഈ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. അപ്പോൾ ഉണ്ടല്ലോ നമുക്ക് അപ്പം നാട്ടിൽ ഞാൻ പറഞ്ഞില്ലേ കാറ്റൊക്കെ കൊണ്ടുപോയിന്ന്, കാറ്റ് കൊണ്ടുപോയത് പോരാ. അത് നോക്കി തുരപ്പം തിരഞ്ഞിട്ട് തുരപ്പൻ അതിൻ്റെ ഉള്ളിൽ കയറിയിരിക്കുന്നുണ്ടാവും കേട്ടോ. ആ കപ്പയൊക്കെ മുഴുവൻ തിന്നിട്ടുണ്ടാവും കേട്ടോ. ഗുഹ പോലെ 2-3 സ്ഥലങ്ങളിൽ അങ്ങനെ ഗുഹ പോലെ ആക്കി വെച്ചേക്കണം. അപ്പോൾ ഇതൊന്നും ഇനി പറിച്ചു നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ ഇതിൻ്റെ ചുവട്ടിൽ വല്ലതും ഉണ്ടാവുമെന്ന്. അപ്പോൾ നമുക്ക് പറമ്പൊക്കെ ക്ലീനാക്കി കഴിഞ്ഞിട്ട് കാണിച്ചു തരാം എങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് വിഷയം. എൻ്റെ പുതിയ തെങ്ങ് കുലച്ചിട്ട് ഗൈസ് കണ്ട ഇത് നോക്കി. എനിക്ക് ഞാൻ 3 കരിക്കിട്ട് കുടിച്ച്. അപ്പോൾ അടുത്ത് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് കാണാം കേട്ടോ. ഇതാണ് നമ്മുടെ മത്തങ്ങ. അപ്പം നമുക്ക് പറമ്പിൽ ഇതുമൊക്കെ അപ്പോൾ ഇതൊക്കെ നമുക്ക് ക്ലീനാക്കി ഇവിടെ വെടിപ്പാക്കിയെങ്കിലാണ് നമ്മുടെ അടുത്ത ദിവസത്തെ പ്രോഗ്രാം ഇവിടെ നടത്താൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മുടെ വീട്ടിൽ വെച്ച് തന്നെ കേട്ടോ നമ്മളെല്ലാം നടത്തണത്. അപ്പോൾ നമുക്ക് പറമ്പൊക്കെ ക്ലീനാക്കണതിന് മുമ്പ് നമ്മുടെ വാഴക്കര നോക്കിക്കോളി. ഉണ്ടാ വേണ്ട ഞാലിപ്പൂവനാണ് കേട്ടോ. ശരിക്കും മൂത്തിട്ടില്ലെന്ന് തോന്നുന്നു, നല്ലത് പറിക്കാനില്ലേ വീണതായിരിക്കും വാഴ ഇത് വേണ്ട ചരിഞ്ഞ് നിൽക്കണത്. അപ്പോൾ നമുക്ക് കൊല വെട്ടിയെടുക്കാം കേട്ടോ. കൈ കൊണ്ട് പറിക്കാൻ പറ്റിയതൊക്കെ പറിച്ചെടുക്കുക. ചേമ്പൊക്കെ മുളച്ചിരിക്കുന്നുണ്ടോ ഉണ്ടാ. ഇതൊക്കെ ഇവിടെ തന്നെ ഇട്ടാൽ ഇവിടെ തന്നെ മുളച്ചേരും ഗൈസ്. ചേമ്പ് ഒരു സാധനം നമ്മൾ ഉണ്ടല്ലോ വെട്ടിയെടുക്കരുത്, ഇങ്ങനെ പറിച്ചിങ്ങെടുക്കുക. അത് ദൂരെ കൊണ്ടേ കളയണം. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് പിന്നെ ഉടക്കിരുന്ന് മുളച്ച് നമുക്ക് ഇരട്ടി പനി ഉണ്ടാക്കി തരുന്നുണ്ട്. ഇങ്ങനെ ഇങ്ങോട്ട് പറിച്ചിങ്ങെടുക്കണം. അപ്പോൾ അതിൻ്റെ ആ ചേമ്പിൻ്റെ ആ കിഴങ്ങിട്ടില്ലേ അത് തിന്നിക്കൂടി ഇങ്ങോട്ട് പോന്നോളും. അല്ലെങ്കിൽ നമുക്ക് ഇരട്ടി പനി ഉണ്ടാക്കി തരും അമ്മ അങ്ങനെ. ഇനി നമ്മൾ ഇതേപോലെ എല്ലാം പറിച്ചെടുക്കാം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അത് നിങ്ങൾക്കില്ലേ ഞാൻ ഇതൊക്കെ കാണിക്കണമെങ്കിലും എന്താണ് കാണിക്കണമെന്ന് നോക്കും. അങ്ങനെയൊന്നുമില്ല, നമ്മളെല്ലാവരും പറമ്പിക്കിടുന്ന് ഇങ്ങനെയൊക്കെ പണിയെടുക്കണമല്ലേ അല്ലേ. വെട്ടിയേട്ടാ അതെ കണ്ട കണ്ട അവനെ ഞാൻ വന്നതിനും വെട്ടിയതാണ് കാണിച്ചു തരാട്ടോ. ആകെ ചെയ്യണം കാണാൻ. അത് നോക്കി ആദ്യമായിട്ടൊരു സംഭവം ഉണ്ടോ ഗൈസ്. കൊലയൊന്നും വെട്ടില്ല, ഞാൻ തന്നെയാണ് വെട്ടണം. ദേ വേണ്ട നല്ല വലിയ കൊലയാണ് കേട്ടോ. നോക്കിയാലോ കാണിക്കാലോ. അത് വേണ്ട നല്ല വലിയ കൊലയാണ് ഗൈസ്. ചെറുതല്ല വലുതാണ്. ഇതാണ് അവൻ കണ്ട, ഇതാണ് ഇവൻ. പറമ്പിലെ ക്ലീനിങ് ഒക്കെ തുടങ്ങിയാട്ടോ ഉണ്ണിക്കുട്ടൻ കണ്ട. കഴിയുമ്പോൾ ഞാൻ കാണിച്ചു തരാട്ടോ. ഇത്രയും കാടുണ്ട് കേട്ടോ ഗൈസ്. കുറേയൊക്കെ ഞാൻ പറിച്ച്. ഇനി ഞാൻ അവനെ ഹെൽപ്പ് ചെയ്യും കുറച്ച് പുല്ലൊക്കെ പറിച്ച്. എന്നാലും നമുക്ക് ഒക്കെ ഒന്ന് ക്ലീനാക്കാം. നമ്മുടെ ഞാലിപ്പൂവിൻ്റെ കൊല ഉണ്ടാ ഗൈസ്. ഇത് ഒരു 150 രൂപ ചുരുങ്ങിയത് കിട്ടും. 150 അല്ല, 1 കിലോയ്ക്ക് 100 ഉണ്ട്. അപ്പോൾ ഒരു 500 രൂപ എന്തായാലും കിട്ടും ഇതിന്. ഒരു 5-8 കിലോ എന്തായാലും ഉണ്ട്. കൊടുക്കുകയാണെങ്കിൽ ഞങ്ങൾ കൊടുക്കൂട്ടോ, വീട്ടിൽ തന്നെ എടുക്കുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ പറമ്പിൽ നമുക്ക് കിട്ടിയത്. ഈ കപ്പയാണുള്ളത്. കപ്പയുടെ ചോട്ടിൽ എന്തെങ്കിലും ഉണ്ടാകുന്ന അറിയില്ല, ഗുഹയാണില്ലാത്ത. അപ്പോൾ തുരപ്പനൊക്കെ തിന്ന് വെച്ചായിരിക്കും. അപ്പോൾ നമുക്ക് എന്താണെന്ന് നോക്കാട്ടെ. നമ്മുടെ പറമ്പിൽ നിന്ന് മത്തങ്ങ, കായ, കാച്ചിലൊക്കെ പോയി നമ്മൾ പറമ്പിൽ ചെത്തിയപ്പോൾ കിട്ടിയതാണ് കേട്ടോ. അതായത് നട്ടു വെച്ചത് കുറച്ചൊക്കെ പറിച്ചെടുത്തു. ബാക്കിയൊക്കെ അവിടെ തന്നെ ഇട്ട്. എന്താണെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ വലിയ അത്യാവശ്യമില്ല. അതായത് ഇത് നാളെ കൊടുങ്ങാല്ല. അപ്പോൾ അത് ഞാൻ പറിച്ചെടുത്തോണ്ടാണ് കേട്ടോ കണ്ട ഗൈസ്. അപ്പം നമ്മുടെ പറമ്പ് കാട് പിടിച്ചിരുന്നിരുന്ന പറമ്പ് കണ്ടില്ല ഇപ്പം കണ്ട സുന്ദരമാക്കി. അങ്ങനെ എൻ്റെ മോനും ഞാനും മോൻ്റെ കൂട്ടുകാരെ കൂടി നിന്ന് പറമ്പ് നല്ല ക്ലീനാക്കി കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ കാച്ചിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ കാച്ചിൽ കുറേയൊക്കെ വീണ് മുളച്ചിട്ടുണ്ട്. അതൊക്കെ നമുക്ക് പിന്നീട് പറിച്ചെടുക്കാം. കുറച്ചൊക്കെ വെട്ടുകൊണ്ട് പോയി ഗൈസ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈ പറമ്പിലെ വിശേഷങ്ങൾ കേട്ടോ. അപ്പോൾ നമ്മൾ ഇതേപോലെയൊക്കെ നട്ടു വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ കാച്ചിലൊക്കെ ഇഷ്ടമാതിരിയൊക്കെ ഉണ്ടാവും കേട്ടോ. ഇവിടെ ഇനിയുണ്ട് മുളച്ചതൊക്കെ. അപ്പോൾ അതൊക്കെ അവിടെ കിടന്ന് മുളച്ചിട്ടുണ്ടെങ്കിൽ അടുത്തെല്ലാം നമുക്ക് കുത്തി പറിക്കാം. കാച്ചിൽ നല്ല വലിയ കാച്ചിലൊക്കെ ആയിട്ട് കിട്ടും കേട്ടോ. കപ്പയുടെ ചോട്ടിലൊന്നുമില്ല, കപ്പ ഒരു ചോട് വരച്ചിട്ടൊന്നുമില്ല. അപ്പോൾ അതെന്നാലും ഞാൻ അവിടെ നിന്ന് വൃത്തിയാക്കിയിരുന്നു. അപ്പോൾ ഈ വീഡിയോ ഒന്ന് ഇത്ര കേട്ടോ. അപ്പോൾ നമ്മുടെ കായക്കൊല മത്തങ്ങ കാച്ചിൽ അങ്ങനെ കണ്ടില്ലേ. അപ്പോൾ ഇത്രയൊക്കെയുള്ള വിശേഷം അടുത്തൊരു വീഡിയോയിൽ ഇപ്പോഴെങ്കിലും അല്ല പിന്നീട് കാണാം. എനിക്ക് തിരക്കാണ്, മോക്കടെ കല്യാണമൊക്കെ ആയാലും തിരക്കാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പിന്നീട് കാണാം. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരും ടാറ്റാ.